നമസ്കാരം ജോത്സ്യൻ. നമസ്കാരം. പേരും ജോലിയും പറയുക. പേര് സദ്യ, ജോലി ജാക്കി വെക്കൽ. അല്ല, പേര് ജാക്കി, ജോലി സദ്യ വെക്കൽ. ഓ, കാറ്ററിംഗ്. യെസ്. ആഗമനോദ്ദേശം കല്യാണം എപ്പോഴാന്ന് അറിയണം. ഓ, അത്രേ ഉള്ളൂ. അത് ഈ വരുന്ന ചിങ്ങം 15, അതായത് സെപ്റ്റംബർ 19 കല്യാണം. അതെയോ? ദശണക്കത്ത്. മനസ്സിലായില്ല. എന്റെ കല്യാണം എപ്പോഴാന്ന് അറിയാൻ വന്നതല്ലേ? തന്റെ കല്യാണമല്ല, എന്റെ കല്യാണം എപ്പോഴാന്ന് അറിയാൻ വന്നതാ. ഓ, അത് നേരെ പറയണ്ടേ. പ്രായം എത്രയായി? 24. എന്താ ഇത്ര നേരത്തെ കല്യാണം കഴിക്കാൻ ഒരു തീരുമാനം? അമ്മ പറഞ്ഞു കല്യാണം കഴിക്കാൻ, അതുകൊണ്ട് കഴിക്കാൻ. ഓ, അമ്മ പറഞ്ഞ എന്തും ചെയ്യും. ഓ, എനിക്ക് എന്റെ അമ്മയാണ് വന്നത്. അമ്മ പറഞ്ഞ എന്തും ചെയ്യും. അമ്മ എന്നെ പൊന്നു പോലെ നോക്കി. 5 വയസ്സ് വരെ സ്വന്തം മോനെ നെഞ്ചിൽ കിടത്തി ഓർക്കിയ ആളാ എന്റെ അമ്മ. പിന്നെ മറ്റുള്ളവരൊക്കെ വാർത്തപ്പിൽ കിടത്തി ഓർക്കുക. കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. എനിക്ക് കല്യാണം എപ്പോഴുണ്ടാവുക അറിയണം. നോക്കാം. തനിക്ക് ആരോടെങ്കിലും പ്രേമുണ്ടോ? അതൊന്നുമില്ല. പ്രേമൊന്നും ഇല്ലാതെ എന്ത് കല്യാണോടോ? നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചപ്പോ പ്രേമം ഉണ്ടായിട്ടാണോ? അല്ലാതെ തന്നെ ഒരു ലവ് സ്റ്റോറി തന്നെ ഉണ്ട്. എന്താ അതൊന്ന് പറയൂ. ഓ, പിന്നെന്താ, എനിക്ക് 10ാം ക്ലാസ് തൊട്ട് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, ലേഖ. സ്കൂള് കഴിഞ്ഞിട്ട് ഞാൻ അവളെ പലവടിയും വെച്ച് കണ്ട് സംസാരിക്കാറുണ്ട്. അവളുടെ വീട്ടിൽ പോയിട്ട് പോലും സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇവളുടെ ചേട്ടൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അതത്ര ഇഷ്ടമായിരുന്നില്ല. അയ്യോ, എന്നിട്ട് ഒരു ദിവസം ഞാൻ രണ്ടും കൽപ്പിച്ച് പുള്ളിയോട് പോയി ചോദിച്ചു എന്താ പ്രശ്നം എന്ന്. ഞങ്ങൾ സംസാരിക്കുന്ന പുള്ളിക്ക് അത്ര ഇഷ്ടമല്ലാത്രേ. അങ്ങനെ 1ഉം 2ഉം പറഞ്ഞ അവസാനം പുള്ളി പറയാ കെട്ടാൻ പറ്റുകയാണെങ്കിൽ കെട്ടാൻ. നമ്മളോടെ കളി. അപ്പൊ ലേഖയായിട്ട് തന്നെ കല്യാണം ഉറപ്പിച്ചൂലേ? അയ്യോ, ലേഖയായിട്ടല്ല, അവളുടെ ചേട്ടനായിട്ട്. അപ്പൊ നിങ്ങൾ സംസാരിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്? അത് പൊസസീവ് കൊണ്ടാത്രേ. പാവം എന്റെ ചെക്കൻ. എടാ, ഈ സൈനുദ്ദീന്റെ മോള് ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന ഇപ്പോഴത്തെ പെമ്പിള്ളാരൊന്നും ശരിയല്ലടാ. നമ്മുടെ ജംഗ്ഷനിൽ തന്നെ കുട്ടി നിക്കറ് വിട്ട് തുടയും കാണിച്ചോണ്ട് നിൽക്കുന്നത്. അജാസും തമ്മി അത്യാഹിത ബന്ധത്തിലൊക്കെയാണ്. എന്ന് വെച്ചാൽ നീയും അവനും തമ്മി. രണ്ടെണ്ണം വാങ്ങിച്ചൂടായിരുന്നു. പകുതി കുടിക്കാൻ ഞാൻ നിന്റെ ഭാര്യ. സൽമു, നല്ല മണമില്ല. ഏത് സ്പ്രേ? ദുബായ് സ്പ്രേ. എന്തിനാ അലീനയുടെ പ്രപ്പോസൽ വേണ്ടെന്ന് വെച്ചാൽ? എനിക്ക് അവളോടൊരു താല്പര്യം ഇല്ലടോ. പിന്നെ ആരോടാ താല്പര്യം? എന്താ? എനിക്കൊരു ഇഷ്ടമുണ്ട്. എടാ, അത് ആരെന്നറിയാവോ? അതെനിക്കറിയാം, പറയല്ലേ. അമൃതാപൊടി. അമൃതം പൊടി? +2 പഠിക്കുന്ന അമൃതാപൊടി. മുടിയുള്ള പൊട്ടുകുത്തിയ പെണ്ണ്. പിന്നെ പെണ്ണല്ലാതെ. അവൻ പുരോഗമിച്ചില്ലടാ. നമുക്ക് ഇപ്പൊ തന്നെ അവന്റെ എടുത്തു പോയി പറയാം. ഇപ്പൊ തന്നെ പറയണം. അല്ലെങ്കിൽ അതിന്റെ ജീവൻ അപായം. എന്നിട്ട് അച്ഛാ, പ്രോഗ്രസ് കാർഡ്. ഓ, ഇതിലും ഫുള്ള് മുട്ടയാണല്ലോ. എന്താന്നറിയില്ല. ഇംഗ്ലീഷ് എനിക്ക് നന്നായി അറിയുന്നതാ. ജയിക്കേണ്ടതായിരുന്നു. ഇതെന്താടാ വൈശാലി എന്ന് എഴുതിയിരിക്കുന്നത്? അയ്യോ, അതിനാ കഴിഞ്ഞത്. എന്റെ ടീച്ചറിന്റെ പേരാ വൈശാലി എം. ഡിഗ്രി പഠിക്കുന്ന നാരക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പോലും അറിയത്തില്ലേ? ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ പിള്ളേർക്ക് എന്തൊക്കെ കഴിവുകളാ. എന്റെ വാഴയ്ക്ക് മാത്രം ഒരു കഴിവില്ലല്ലോ. അച്ഛാ, അങ്ങനെ പറയരുത്. ആർട്സ് ആൻഡ് സ്പോർട്സിൽ എനിക്ക് നല്ല താല്പര്യമുണ്ട്. ഒളിമ്പിക്സിൽ പങ്കെടുക്കണം എന്നാണ് എന്റെ ഡ്രീം. ഓഹോ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഏതാ ഇനം? വെജിറ്റബിൾ പ്രിന്റിംഗ്. ചെയ്യട്ടാ. എടാ, നിനക്ക് ഉത്തരവാദിത്വം എന്ന് പറയുന്ന സംഭവം ഉണ്ടോ? പക്വത ഉണ്ടോടാ നിനക്ക്? എനിക്കൊക്കെ നല്ല ഉത്തരവാദിത്വം ഉണ്ട്. ആര് പറഞ്ഞില്ലാന്ന്? ഓ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കാര്യം ചോദിക്കാം. നമ്മുടെ റേഷൻ കാർഡ് ഏതാ? IPL, രഞ്ജി ട്രോഫി. ഒരു കോപ്പറിയത്തില്ല. ഉത്തരവാദിത്വം ഉണ്ട് അത്ര. അതെങ്ങനെ വീട്ടുകാരുടെ ചെലവില്ല തിന്നു കുടിക്കുന്നത്? സ്വന്തമായിട്ട് 4 കാശ് ഉണ്ടാക്കണം, അപ്പോഴും ഉത്തരവാദിത്വം ഉണ്ടാവുള്ളൂ. അച്ഛൻ കൂടുതലൊന്നും പറയണ്ട. അതിനെ പറ്റിയൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ സമ്പാദിക്കാനുള്ള വഴി ഞാൻ കണ്ടെത്തി. ഞാൻ എന്റെ അടുത്തെത്തി. പക്ഷെ എനിക്ക് അച്ഛന്റെ സഹായം വേണം. എന്താണ്? ഗൂഗിൾ പേയിൽ എനിക്ക് 4 ലഡുവായി. 2 കൂടെ വേണം. അച്ഛന്റെ 2 ലഡു കിട്ടിയാൽ എന്നാ എടുത്തോ നിന്റെ അച്ഛന്റെ 2 ലഡു. രേവതിയോളെ കാണാൻ വന്നവരല്ലേ? അതെ. വന്നോളൂ. ഞാനാണ് വന്നിന്റെ മാമൻ. അച്ഛനെല്ലാം ഉണ്ടായ കുട്ടിയാണേ. അല്ല, അച്ഛനും അമ്മയെല്ലാം വളർന്ന കുട്ടിയാണ്. ഞാനാണെല്ലാം ഇങ്ങനെ. അപ്പൊ കാര്യത്തോടെ അടക്കാം. ഇതിലാരുടെ പയ്യൻ? ഇവനാ? അയ്യേ, ഞാൻ വിചാരിച്ചൊരു 6 പൊക്കെ കാണുന്നു. ഇത് വലിക്കണമല്ലേ കിടന്ന്? ഇതാണ് അങ്ങനെ ഇളയ മോൻ എന്നൊക്കെ പറയുന്നത്. ഇതാണ് മാമൻ. ഇവിടെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നു. പരിചയപ്പെട്ടായിരുന്നു അല്ലേ? അപ്പൊ മോന്റെ കുടുംബമൊക്കെ എവിടെ?
ആരുടെ വയറ്റില് അവൻ പൊടിച്ച് കഴിക്കാറുള്ളൂ. എപ്പുണ്ടോ അവന്റെ ഒരു പ്ലാനിങ്. ഇവിടെ കണ്ടവന്റെ ഒക്കെ കല്യാണത്തിന് എന്റെ വാപ്പായ്മ കൊടുത്തതിന് കൈ കണക്കില്ല. ഞാനൊരു 10 lakhs എങ്കിലും പിരിയുന്നു വിചാരിച്ചു. എന്നിട്ട് പിഴിഞ്ഞല്ലോ എല്ലാവരും. യു പന്തല് ജബ്ബാർ കാശിന് കൊലക്കുറ്റൊന്നും ചെയ്തല്ലോ. മിക്കവാറും ഒരു കൊല നടക്കും. ഹാപ്പിനെസ് തന്നെ. ഇക്ക എന്റെ കല്യാണത്തിന് അത്ര സംഭാവന കിട്ടിയില്ല. അംബാനിയുടെ കല്യാണത്തിന് എത്ര രൂപ പിരിഞ്ഞത്? എന്റെ കണക്കൂട്ടലൊന്ന് കഴിച്ച്. എടാ പിഴച്ചോനെ ആന മുക്കുന്നുണ്ട് ആട് മുക്കരുത്. അതെന്നെ കാട്ടം കിട്ടും കവറില്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ പീറ്റർ ഡേസി വരാൻ അല്പം വൈകി. വരുന്ന വഴിക്ക് സിഗ്നൽ ചുമലാത്തി കിടന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതിനെ പറ്റി വലിയ ധാരണയില്ല. അങ്ങനെയാണെങ്കിൽ ബെസ്റ്റ് സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റോക്ക് ട്രേഡിംഗ് അഫോർഡബിൾ റേറ്റിൽ പഠിക്കാൻ പറ്റും. ഇല്ല, അങ്ങനെ വീട്ടിൽ വരും. ഓഫ്ലൈനായിട്ട് പഠിക്കാൻ മടിയാണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബി ട്രേഡേഴ്സ് കിടു. അല്ല, ഇദ്ദേഹത്തിന്റെ മറ്റേ ചീറ്റിയ പ്ലാൻ ഉണ്ടായിരുന്നു. ഒരു കല്യാണം കഴിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് വെച്ച് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. നല്ല 3 പ്ലാൻ. ਨੀ ਤੂੰ ਸੋਹਣੀ ਬਾਲੀ ਕਰਦਾ ਦਿਲ ਮਿਲਣ ਨੂੰ ਕਾਲੀ അവന്റെ ഐക്യു ടെസ്റ്റ് ചെയ്യാം. ഐക്യു വേണ്ട, ഞാൻ ചോദിച്ചോളാം. ജനിച്ചു വീഴുന്ന കുട്ടി എന്തുകൊണ്ടാണ് അമ്മയെന്ന് വിളിച്ച് കരയുന്നത്? അച്ഛനാരാ സംശയമായിരിക്കും. ആയിരിക്കും സാർ, എനിക്കുണ്ടായിരുന്നു സംശയം. അല്ല മോൻ ആരാ? ചേട്ടാ, എന്നെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ഞാൻ വേറൊരാളെ പരിചയപ്പെടുത്തിയാണ്. അലന്തേവാ. ഈ വക സാധനങ്ങളൊന്നും നമ്മൾ വീട്ടിൽ എടുക്കത്തില്ല. ഒരു ലോങ് ലാസ്റ്റിംഗ് ഇല്ലാത്ത സാധനങ്ങളാണ് കൊണ്ട് വിറ്റിട്ട് പോകണം. അയ്യോ, അത് പ്രൊഡക്റ്റ് ഒന്നുമില്ല, അത് മനുഷ്യക്കുഞ്ഞ. കയ്യൊക്കെ അനക്കി കാണിച്ചു കൊടുത്തേ. വെറുതെ ജുബായിട്ട് കിടക്കുന്നത് ഇവരെല്ലാം തീർക്കാനാണ്. നല്ല പയ്യൻ, അള്ളുകൂടി സിഗരറ്റ് വലി. പിന്നെ ഈ ഇടയ്ക്ക് ഒരു സാധനം നീ കൊണ്ടുവന്നല്ലോ, എന്തിനായിരുന്നു? അതൊന്നും ഉപയോഗിക്കില്ല. പയ്യനെ പറ്റി പറ, പയ്യനെ പറ്റി എന്താണ് അഭിപ്രായം? ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി കിഴങ്ങൻ. അവൻ ജീവിതത്തിൽ അനങ്ങായിരുന്ന വൻ പ്രശ്നങ്ങൾ വരും. എന്തിനൊന്നും അനങ്ങി കാണിക്കടാ. ശാലത്ത് കുലിക്കുന്നു. പിള്ളേർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ ഞാനായിട്ട് തടസ്സം നിൽക്കുന്നില്ല. ഞാനങ്ങ് നടത്തി തരാം. വളരെ സന്തോഷം കണ്ട ആളെ സന്തോഷം കണ്ട മറ്റേ പാവയില് മൂട്ടി കറക്കി ഇടുന്നവർക്കുള്ള സന്തോഷം കണ്ട. ആരാദ്യം ഇഷ്ടമെന്ന് പറഞ്ഞോട്ടെ. അയ്യോ, അവിടെയാണ് കേട്ടോ ട്വിസ്റ്റ്. ആൾ ഇതിലോട്ട് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടില്ല. ആൾ ഇപ്പോഴും രഹസ്യമായിട്ട് വെച്ചേക്കുക. മാമനൊന്ന് പറഞ്ഞ അവളെ മനസ്സിലാക്കി ഒന്ന് കല്യാണം കഴിക്കുന്ന രീതിയിൽ എത്തണം കേട്ടോ. തൽക്കാലം ഇത്രയും മതി.